കൂവാറ്റി ഗവൺമെൻറ് UP സ്കൂൾ പ്രതിവാര വാർത്താ പരിപാടി. കൂവാറ്റി വോയിസിൻ്റെ 110-ാം പതിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിദ്യാലയ വാർത്തകൾ വായിക്കുന്നത് 1-ാം തരത്തിലെ അമേഗിയസ്. ഈ വർഷത്തെ UP കുട്ടികൾക്കുള്ള 3 ദിവസത്തെ പഠനയാത്ര 2024 ഫെബ്രുവരി 2 മുതൽ 4 വരെ നടന്നു. യാത്ര സംബന്ധിച്ച് പ്രത്യേക പരിപാടി വാർത്തകൾക്കു ശേഷം കാണാം. 4 ദിവസത്തെ ട്രൈ ഔട്ട് ക്ലാസ് നടത്തുന്നതിനായി നായന്നാർ മൂല തൻവീറുൽ ഇസ്ലാം ടീച്ചർ ട്രെയിനിങ് സ്കൂളിൽ നിന്ന് അധ്യാപക വിദ്യാർത്ഥികളായ ആര്യമോൾ K, നവ്യനാരായണൻ, അനുശ്രീ P, അഭിരാമി M എന്നിവർ സ്കൂളിലെത്തി ട്രൈ ഔട്ട് ക്ലാസ് വിലയിരുത്തുന്നതിനായി TTIയിലെ നന്ദഗോപാലൻ മാസ്റ്റർ സ്കൂൾ സന്ദർശിച്ചു. PTA പ്രസിഡന്റ് P പ്രദീപിൻ്റെ ഭാര്യ PV സജിഷയുടെ 41-ാം ചരമദിനത്തിൻ്റെ ഭാഗമായി സ്കൂളിലെ കുട്ടികൾക്ക് ചിക്കൻ കറിയും പായസവും ഉൾപ്പെട്ട സദ്യ നൽകി. GHSS പരപ്പയിൽ വെച്ച് നടന്ന സബ് ജില്ലാ സയൻസ് ഫെസ്റ്റിൽ 7-ാം തരത്തിലെ ഋതുനന്ദ TV, വരുൺദേവ് M എന്നീ കുട്ടികളും അധ്യാപിക NV ഉഷയും പങ്കെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. നന്ദി, നമസ്കാരം. നമസ്കാരം. ചാമക്കുഴി കൂവാറ്റി ഗവൺമെന്റ് UP സ്കൂളിലെ 2023-24 വർഷത്തെ പഠനയാത്ര 2024 ഫെബ്രുവരി 2 മുതൽ 4 വരെ നടന്നു. മടിക്കേരി, കുശാൽ നഗർ, നിസർഗധാമ, ശ്രാവണബലഹുള, ശ്രീരംഗപട്ടണം, മൈസൂർ എന്നീ സ്ഥലങ്ങളിലാണ് സന്ദർശിച്ചത്. 26 കുട്ടികളാണ് യാത്രയിൽ പങ്കെടുത്തത്. ഇതിൽ 24 പേർ UP വിഭാഗത്തിൽ നിന്നും 2 പേർ LP വിഭാഗത്തിൽ നിന്നുമായിരുന്നു. PTA വൈസ് പ്രസിഡന്റ് പ്രസീത മോഹൻ, മദർ PTA പ്രസിഡന്റ് ഷാമിനി ബിപിൻ എന്നിവർ ഉൾപ്പെടെ 9 രക്ഷിതാക്കൾ യാത്രയിൽ പങ്കെടുത്തു. പ്രധാനാധ്യാപിക നാൻസി സെബാസ്റ്റ്യൻ, സീനിയർ അസിസ്റ്റന്റും ടൂർ കൺവീനറുമായ MV കമലാഷൻ, അധ്യാപകമാരായ VM സതി, G മറിയാമ്മ എന്നിവരും യാത്രയിൽ പങ്കെടുത്ത് വിവിധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. മുൻ പ്രധാനാധ്യാപകൻ ജോയ്സ് ജോസഫ് മുന്നൊരുക്കങ്ങൾക്ക് സഹായിക്കുകയും യാത്രയിൽ പങ്കെടുക്കുകയും ചെയ്തു. 2 രാവിലെ 8 മണിക്ക് പുറപ്പെട്ട് 4 രാത്രി 9 മണിക്ക് തിരിച്ചെത്തിയ ഈ യാത്രയുടെ വിശദാംശങ്ങൾ നൽകുന്നത് 7-ാം ക്ലാസ്സിലെ ദിൽന K, അനയ ബാലൻ, വൈഷ്ണവി M, അഭിനവ് K എന്നിവരും 6-ാം തരത്തിലെ അനാമിക മധു, അൻവിത ബിപിൻ, ആദിത്യ KV എന്നിവരും 5-ാം തരത്തിലെ അനുവൃത P കമൽ, ടൂർ കൺവീനർ കമലാഷൻ സാർ എന്നിവരുമാണ്. ആദ്യമായി കുട്ടികളുടെ മുന്നൊരുക്കങ്ങൾ സംസാരിക്കുന്നത് അനയ ബാലൻ. യാത്ര പുറപ്പെടുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ കുട്ടികളുടെ യാത്രാ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു. ആദ്യം തന്നെ കുട്ടികളെ 3 ഗ്രൂപ്പുകളായി തിരിച്ച് അധ്യാപകർക്ക് ചുമതല നൽകി. ഓരോ ഗ്രൂപ്പിലും 5, 6, 7 ക്ലാസ്സിലെ കുട്ടികളെ തുല്യമായി ഉൾപ്പെടുത്തി. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും തുല്യമായി ഓരോ ഗ്രൂപ്പിലും വീതിച്ചു. നിസർഗധാമ, ദാരിയാൽഗലോട്ട്, ബോഡയാർ എന്നിങ്ങനെയാണ് ഗ്രൂപ്പുകൾക്ക് പേര് നൽകിയത്. ഗ്രൂപ്പിന്റെ പേരും സന്ദർശന സ്ഥലങ്ങളും തമ്മിലുള്ള ബന്ധം കണ്ടെത്തി അവതരിപ്പിക്കുക. സന്ദർശന സ്ഥലങ്ങളിൽ ഓരോ ഗ്രൂപ്പിനും ലഭിച്ച സ്ഥലങ്ങളെ കുറിച്ച് പരമാവധി വിവരങ്ങൾ ശേഖരിക്കുകയും സന്ദർശന സ്ഥലങ്ങൾ എത്തുന്നതിനു മുമ്പായി ബസ്സിൽ വെച്ച് അവതരിപ്പിക്കുകയും ചെയ്യുക. യാത്ര പുറപ്പെടുന്നതിനു മുമ്പായി ഗ്രൂപ്പ് അംഗങ്ങളെ പരിചയപ്പെടുത്തുകയും യാത്രയിൽ സ്വീകരിക്കുന്ന നിലപാട് വ്യക്തമാക്കുകയും ചെയ്യുക. യാത്രാ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക. കുട്ടികൾ വിവരശേഖരണം നടത്തുകയും അവതരണത്തിലുള്ള ചുമതല നൽകുകയും ചെയ്തു. ടൂർ കമ്മിറ്റിയുടെ തയ്യാറെടുപ്പുകളെ കുറിച്ച് വിവരിക്കുന്നത് ദിൽന K. അധ്യാപക രക്ഷകർത്തൃ സമിതിയുടെ അംഗീകാരം നേടിയതിനു ശേഷമാണ് യാത്രാ പരിപാടി ആസൂത്രണം ചെയ്തത്. രക്ഷിതാക്കളുടെ യോഗം ചേർന്ന് യാത്രാ പരിപാടി സംബന്ധിച്ച വിശദാംശങ്ങളും ബജറ്റും ചർച്ച ചെയ്യുകയും സമ്മതപത്രം വാങ്ങുകയും ചെയ്തു. ബസ് ബുക്ക് ചെയ്തു. പയ്യന്നൂർ മാധവി ട്രാവൽസിന്റെ ഉടമസ്ഥതയിലുള്ള ബസ്സാണ് ബുക്ക് ചെയ്തത്.
ശ്രാവണബെലഹോളയിൽ ജെയിൻ മഠത്തിലും മൈസൂരിൽ KV പാലസ് ഹോട്ടലിലും താമസ സൗകര്യം ഏർപ്പാടാക്കി. 3 ദിവസത്തെയും ഭക്ഷണം മുൻകൂട്ടി ബുക്ക് ചെയ്തു. ആദ്യ ദിവസത്തെ ഉച്ചഭക്ഷണം നിസർഗധാമയിൽ നിസർഗ ഹോട്ടലിലും രാത്രി ഭക്ഷണം 2-ാം ദിവസത്തെ പ്രഭാത ഭക്ഷണവും ശ്രാവണബെലഹോളയിലെ രഘു ഹോട്ടലിലും ഉച്ചഭക്ഷണം മുതൽ 3-ാം ദിവസത്തെ ഉച്ചഭക്ഷണം വരെ മൈസൂരിലെ ഹോട്ടൽ ഇന്റർനാഷണലും ബുക്ക് ചെയ്തു. 3-ാം ദിവസം രാത്രി ഭക്ഷണം ഒടയൻചാലിൽ ഫുഡ് കോർട്ട് റെസ്റ്റോറന്റിൽ ബുക്ക് ചെയ്തു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്കും ഗതാഗത വകുപ്പിനും യാത്രാനുമതിക്കായി അപേക്ഷ നൽകി. വാഹന പരിശോധനയ്ക്കു വിധേയമാക്കി. സർട്ടിഫിക്കറ്റും ലഭ്യമാക്കി. ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾക്കുള്ള സ്കോർ രേഖപ്പെടുത്താനുള്ള സ്കോർ കാർഡും ബാഗിൽ കെട്ടാനുള്ള ലേബലും തയ്യാറാക്കി. ആവശ്യമുള്ള മരുന്നുകളും മറ്റു സാമഗ്രികളും വാങ്ങുകയും കുടിവെള്ളം സംഭരിക്കുകയും ചെയ്തു. അടുത്തത് സന്ദർശിച്ച സ്ഥലങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് അഭിനവ് കെ. മടിക്കേരി പൂന്തോട്ടം, നിസർഗധാമയിലെ ബാംബു പാർക്ക്, കുശാൽ നഗറിലെ ഗോൾഡൻ ടെമ്പിൾ, ശ്രാവണബെലഹോളയിലെ കുമടേശ്വര പ്രതിമ, ശ്രീരംഗപട്ടണത്തെ വാട്ടർ ജയിൽ, ടിപ്പുവിന്റെ വേനൽക്കാല വസതിയായ ദാര്യാദൗലത്ത് ബാഗ്, ടിപ്പുവിന്റെ മാതാപിതാക്കളുടെ ശവകുടീരം, ത്രിവേണി സംഗമം, മൈസൂർ വൃന്ദാവനം, നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം, കാഴ്ച ബംഗ്ലാവ്, സെന്റ് ഫിലോമിന ചർച്ച്, ചാമുണ്ഡി ഹിൽസ്, മൈസൂർ കൊട്ടാരം എന്നീ സ്ഥലങ്ങളാണ് 3 ദിവസത്തെ പഠനയാത്രയ്ക്കിടെ സന്ദർശിച്ചത്. സന്ദർശനത്തിനിടെ കുട്ടികൾ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയും അത് ബസ്സിൽ വെച്ച് വിവരിക്കുകയും ചെയ്തു. ചാമുണ്ഡി ഹിൽസിലും കാഴ്ച ബംഗ്ലാവ് സമീപത്തും ഷോപ്പിംഗ് അനുവദിച്ചു. താമസം ഭക്ഷണം സംബന്ധിച്ച കാര്യങ്ങൾ സംസാരിക്കുന്നത് വൈഷ്ണവി എം. മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്നതിനാൽ രുചികരവും ഗുണമേന്മയും വൃത്തിയുമുള്ള ഭക്ഷണം ലഭിച്ചു. കൃത്യസമയത്ത് ഭക്ഷണം ലഭിക്കുകയും ചെയ്തു. മൈസൂരിൽ കേരള ഭക്ഷണം തന്നെ വിതരണം ചെയ്യാൻ കഴിഞ്ഞു. ബസ് ഡ്രൈവർ ഷാജിയാണ് ഭക്ഷണം ബുക്ക് ചെയ്യുന്നതിൽ സഹായിച്ചത്. ശ്രാവണബെലഹോളയിലെ ജെയിൻ മഠത്തിൽ കുറഞ്ഞ ചെലവിൽ താമസ സൗകര്യം ലഭ്യമായി. അവിടെ ഫോൺ ചെയ്താണ് റൂമുകൾ ബുക്ക് ചെയ്തത്. മൈസൂർ KV പാലസ് ഹോട്ടലിലും താമസം സുഖപ്രദമായിരുന്നു. ഡ്രൈവർ ഷാജിയാണ് ഇവിടെ താമസ സൗകര്യം ലഭ്യമാക്കിയത്. യാത്രക്കിടയിലുണ്ടായ വേറിട്ട അനുഭവങ്ങളുമായി അനാമിക മധു. SMC ചെയർമാൻ M. സുരേന്ദ്രൻ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. PTA പ്രസിഡന്റ് P. പ്രദീപ് യാത്രാമംഗളങ്ങൾ നേർന്ന് സംസാരിച്ചു. പോകുന്നതിനിടയിൽ മാലക്കല്ലിൽ വെച്ച് മാനടകം ഗവൺമെന്റ് UP സ്കൂളിലെ മുൻ പ്രധാന അധ്യാപകൻ AJ വിൽസൺ മാസ്റ്ററുടെ വീട്ടിൽ കയറി. അദ്ദേഹം എല്ലാവർക്കും ചായയും പലഹാരവും നൽകി. അദ്ദേഹത്തിന്റെ ഭാര്യ മിനി സക്കറിയാസ് പ്രാന്തർക്കാവ് ഗവൺമെന്റ് UP സ്കൂളിലെ അധ്യാപികയാണ്. ഇരുവരും യാത്രാമംഗളങ്ങൾ നേർന്ന് സംസാരിച്ചു. യാത്രക്കിടയിൽ ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരം പറയുന്ന ഗ്രൂപ്പിന് പോയിന്റ് നൽകുകയും ചെയ്തു. ബസ്സിലെ സ്റ്റാഫ് ഷാജി, സജീവൻ എന്നിവർ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും എല്ലാവിധ സഹായങ്ങളും നൽകി. അവതരണം, അവലോകനം എന്നിവയെ കുറിച്ച് ആദിത്യ KV. ഗ്രൂപ്പുകൾ ശേഖരിച്ച വിവരങ്ങൾ ഓരോ സന്ദർശന സ്ഥലവും എത്തുന്നതിന് മുൻപ് അവതരിപ്പിച്ചു. അവതരണം വിലയിരുത്തി മാർക്ക് നൽകി. ഓരോ ഗ്രൂപ്പിലെയും 1/3 ഭാഗം അംഗങ്ങൾ ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങൾ വിലയിരുത്തി സംസാരിച്ചു. ദിവസം PTA വൈസ് പ്രസിഡന്റ് പ്രസീത മോഹനും, 2-ാം ദിവസം മദർ PTA പ്രസിഡന്റ് ശ്യാമിനി ബിബിനും, 3-ാം ദിവസം പ്രധാന അധ്യാപിക നാൻസി സെബാസ്റ്റ്യനും അവലോകന പരിപാടി നിയന്ത്രിച്ചു. രക്ഷിതാക്കളും അധ്യാപകരും യാത്രാവലോകനം നടത്തിയത് 3-ാം ദിവസമാണ്. ടൂർ കൺവീനർ MV കമലാക്ഷൻ നന്ദി രേഖപ്പെടുത്തി സംസാരിച്ചു. അവതരണവും അവലോകനവും യഥാസമയം വിലയിരുത്തി സ്കോർ നൽകി. അവാർഡുകൾ സംബന്ധിച്ച കാര്യങ്ങൾ വിവരിക്കുന്നത് അനിത ബിബിൻ. യാത്രാവസാനം ബസ്സിൽ വെച്ച് വിവിധ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. PTA വൈസ് പ്രസിഡന്റ് പ്രസീത മോഹൻ, പ്രധാന അധ്യാപിക നാൻസി സെബാസ്റ്റ്യൻ എന്നിവരാണ് സമ്മാനങ്ങൾ വിതരണം ചെയ്തത്. മികച്ച ഗ്രൂപ്പിനുള്ള സമ്മാനം നിസർഗധാമ ഗ്രൂപ്പ് സ്വന്തമാക്കി. ബെസ്റ്റ് പെർഫോമർ അവാർഡ് അനാമിക മധുവിനും ബെസ്റ്റ് പെർഫോമർ ഓഫ് പാരന്റ് അവാർഡ് പ്രസീത മോഹനും നേടി. തുടർ പ്രവർത്തനങ്ങളെ കുറിച്ച് അനുവൃത B. കമൽ. യാത്രയ്ക്ക് ശേഷം കുട്ടികൾ യാത്രാ വിവരണം തയ്യാറാക്കും. മികച്ച രചനയ്ക്ക് സമ്മാനം നൽകും. രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും യോഗം ചേർന്ന് യാത്ര വിലയിരുത്തുകയും ചെലവ് വരവ് കണക്ക് അവതരിപ്പിക്കുകയും ചെയ്യും. യാത്രയിലെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി ഗൂഗിൾ ഫോട്ടോ ആൽബം തയ്യാറാക്കി.
ടൂർ കൺവീനർ MV കമലാക്ഷൻ യാത്രയെക്കുറിച്ച് സംസാരിക്കും. 3 ദിവസങ്ങളായി നമ്മുടെ വിദ്യാലയം നടത്തിയ പഠനയാത്ര അക്ഷരാർത്ഥത്തിൽ പഠനയാത്ര തന്നെയായിരുന്നു. പോകുന്ന സ്ഥലങ്ങളെക്കുറിച്ച് നമ്മൾ നേരത്തെ രൂപീകരിച്ച 3 ഗ്രൂപ്പും ഓൺലൈൻ ലൈബ്രറി പുസ്തകങ്ങൾ എന്നിവയിൽ നിന്നും വിവരശേഖരണം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പഠനയാത്രയിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും നമ്മൾ സഞ്ചരിച്ച സ്ഥലങ്ങൾ, അവിടെയുള്ള ചരിത്ര പ്രാധാന്യങ്ങൾ എന്നിവയെക്കുറിച്ച് അവർക്ക് പറയാനും അറിവുകൾ മറ്റു കുട്ടികൾക്ക് പങ്കിടാനും പ്രധാനപ്പെട്ട ഒരു അവസരമായി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നടത്തിയ മത്സര പരിപാടികൾക്ക് കഴിഞ്ഞു. ഈ പഠനയാത്ര കുട്ടികൾക്ക് ഭാവിയിൽ അവരുടെ ജീവിതത്തിൽ വലിയ ഒരു ഓർമ്മയും അറിവ് നൽകുന്ന ഒന്നും ആയി മാറും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പഠനയാത്രയിൽ നമ്മളോടൊപ്പം വന്ന രക്ഷിതാക്കൾ, അധ്യാപകർ, നമ്മളെ വിശ്വസിച്ച് നമ്മളെ കുട്ടികളെ ഏൽപ്പിച്ച ഈ വിദ്യാലയത്തിലെ രക്ഷിതാക്കൾ എന്നിവർക്ക് വിദ്യാലയത്തിന്റെ പേരുള്ള നന്ദി പ്രകാശിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇനി നടക്കുന്ന പഠനയാത്രകളിൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.